പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുന്നലൈക്കും. സൂറത്തു അന്നിസായിലെ 34-ാമത്തെ വചനാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒന്നോ രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. വചനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: അർരിജാലു ഖവ്വാമൂന അലന്നിസായി ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖു മിൻ അംവാലിഹിം എന്ന് തുടങ്ങുന്ന വചനം. ഈ വചനത്തിൽ വളിരിബൂഹുന്ന എന്ന് പറയുന്ന ഭാഗത്ത് മാഷെ സ്ത്രീകളെ ഭാര്യമാരെ അടിക്കാൻ പറയുന്നുണ്ടല്ലോ, അതിൻ്റെ വൈജ്ഞാനികമായ തലം ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ട്. ഈ വചനം നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ പല പ്രാവശ്യം വിശദീകരിച്ചതാണ്. നമ്മുടെ ചാനലിൽ എന്തോ ചില സൂചനകൾ നൽകിയതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഗ്രൂപ്പിലേക്ക് വരാൻ ഒരുപാട് ആളുകൾ താല്പര്യം ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അതിൽ ക്ലാസ്സുകൾ നടക്കുന്നില്ല. ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെങ്കിൽ ഈ താല്പര്യമുള്ള ആളുകളൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യാം. കുറച്ചായിട്ട് അതിൽ ക്ലാസ്സുകൾ നിർത്തി വച്ചിരിക്കുക. ചെറിയൊരു സമയക്കുറവ് കാരണമാണത്. വീണ്ടും അതിൽ ആരംഭിക്കും. എൻ്റെ നമ്പർ 94 47 83 71 17. ഞാനതിലേക്ക് ആളുകളെ ആഡ് ചെയ്യാത്തത് എന്താണെന്ന് പറഞ്ഞാൽ, അത് വർഷത്തിൽ 1000 രൂപ അതിൽ മേടിക്കാറുണ്ട്. 160 ആളുകൾ ഗ്രൂപ്പിലുണ്ടെങ്കിലും കുറച്ച് 40-ൽ താഴെ ആളുകളെ തരാറുള്ളൂ എന്നുള്ളത് വേറെ കാര്യം. അത് നിർബന്ധമായിട്ടൊന്നും ചോദിക്കാറൊന്നുമില്ല. അപ്പോൾ വെറുതെ ഇപ്പോൾ അതിൽ ക്ലാസ് ഒന്നും നടക്കാത്ത സ്ഥിതിക്ക് നിങ്ങൾ അതിൽ വന്ന് ഒരു പൈസയൊക്കെ കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ക്ലാസ് നടക്കും, ഉടനെ അടുത്ത് തന്നെ നടക്കും. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ ആഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ സഹോദരങ്ങൾ ചെയ്യേണ്ടത്, ഈ ആശയം മനുഷ്യരിലേക്ക് എത്തിക്കേണ്ട ആശയമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇത് മാനവികമാണ്, മനുഷ്യരെ വിഭജിക്കുന്നതല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ വായനയിലൂടെ ശാന്തിയും സമാധാനവും ലഭിക്കുന്നുണ്ടെങ്കിൽ, സമാധാനപൂർണമായൊരു ജീവിതം, ആരോടും പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, ഈ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് പകയുടെ, വിദ്വേഷത്തിൻ്റെ, അസൂയയുടെ, ശത്രുതയുടെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് ശാന്തമായ സമാധാനപൂർണമായൊരു ജീവിതം ഈ വായനയിലൂടെ ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, കഴിയുന്നത്ര ആളുകളിലേക്ക് ഈ ആശയം എത്തിക്കാൻ, ഈ ചാനലിലൂടെ ആശയം എത്തിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. അത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. നമ്മൾ റിജാലും നിസാവും ഞാനിപ്പോൾ ഒന്ന് വിശദീകരിക്കാൻ പോകുന്നില്ല. കാരണം ഞാനതൊരുപാട് നമ്മുടെ ചാനലിൽ കുറേ ക്ലാസ്സുകൾ വിശദീകരിച്ചിട്ടുണ്ട്. റിജാല് ആരാണ്, തൻ്റെ അഫ്കാറുകളും തൻ്റെ മഅലൂമാത്തുകളും ജലിയായ റൂയത്തിലേക്ക് എത്തിയ ആളുകൾ ആരൊക്കെയാണ്, അത് എത്താത്ത ആളുകൾ, ഇപ്പോഴും അഫ്കാറുകൾ ബാക്കിൽ നിൽക്കുന്ന, ഉയരങ്ങളിലേക്ക് കടന്നു വരാത്ത ആളുകൾ ആരൊക്കെയാണ്, അവരൊക്കെയാണ് നിസാകൾ. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഒരാളിൽ തന്നെ റജലുണ്ടാവും, ഒരാളിൽ തന്നെ ചില വിഷയങ്ങളിൽ, ചില കാര്യങ്ങളിൽ അയാളുടെ ചിന്തകൾ നിസായിലായിരിക്കും. അപ്പോൾ അത്തരം ചിന്തകളെ, അത്തരം മാനസികാവസ്ഥയെ ശരിയായ തലത്തിൽ നയിക്കേണ്ടത്, ഖിയമിലേക്ക് നയിക്കേണ്ടത്, മൂല്യങ്ങളിലേക്ക് നയിക്കേണ്ടത് റിജാലുകളാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് റൂയത്തും ചെല്, ഞാനത് പറഞ്ഞിരുന്നല്ലോ എൻ്റെ സഹോദരങ്ങളോട്. മാ ജഅലല്ലാഹു ലി റജുലിൻ ഫി ജൗഫിഹി മിൻ കൽബൈനി എന്ന് പറഞ്ഞാൽ, റജലിന് 2 കൽബ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, നിസാകൾക്ക് 2 കൽബുണ്ടോ? 2 ഹൃദയം, ഈ പമ്പ് ചെയ്യുന്ന ഹൃദയം എന്നാണല്ലോ പല ആളുകളും, ഈ ഖുർആനിനെ വിമർശിക്കുന്ന ആളുകളൊക്കെ കൽബിന് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ റജലിന് 2 കൽബ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, നിസായിന് 2 കൽബ്
കൊടുത്തിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പമ്പ് ചെയ്യാനുള്ള രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതല്ല പുരുഷന് ഒന്നും സ്ത്രീക്ക് രണ്ടുമാണോ? അത് നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ആ ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചതാണ്. നെസ്സിൽ നിന്ന് ഉണ്ടാകുന്ന ഓരോ വാക്കുകൾ, നെസ്സില്, നെസ്ജ്, നെസർ, നിസ, ഇങ്ങനെ ഓരോ വാക്കുകളും അതൊക്കെ ഉയരങ്ങളിലേക്ക് ഇപ്പോൾ പിന്നാമ്പുറത്താണ് നിൽക്കുന്നെങ്കിലും, ഇപ്പോൾ പിറകിലാണ് നിൽക്കുന്നതെങ്കിലും ഉയരങ്ങളിലേക്ക് മുകളിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ, മാനസികമായ അവസ്ഥകൾ, ഇതൊക്കെയാണ് അതിൻ്റെ അത് ബാഹ്യമായിട്ട് നമ്മൾ വ്യക്തികളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിലേക്ക് കൊണ്ടുവരാം, അങ്ങനെ വേണമെങ്കിലും മനസ്സിലാക്കാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് അത്രയും ഞാൻ വിശദീകരിക്കുന്നുള്ളൂ. അപ്പോൾ വിശദീകരിക്കുകയാണെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. കാരണം ബുയൂത്തിലാണ് റിജാല്, അതുപോലെ തന്നെ അറാഫിൽ റിജാലുകളാണ്. കാരണം മാരിഫത്തിലേക്ക് എത്തിയ ആളുകളൊക്കെ റിജാലുകളാണ്. അതാണ് വയലൽ അറാഫി റിജാൽ എന്ന് പറയുന്നത്. ഉയർന്ന ചിന്തകളിലേക്കും ഉയർന്ന മാരിഫത്തിലേക്കും എത്താത്ത അവസ്ഥയിൽ ഞാനാണെങ്കിൽ ഞാൻ നിസ ആണ്. എൻ്റെ ഉള്ളിലെ ചിന്തകൾ നിസ ആണ്. അപ്പോൾ ഞാൻ തന്നെ ചില വിഷയങ്ങളിൽ റജലാണെങ്കിൽ എൻ്റെ മറ്റു ചില വിഷയങ്ങളിൽ ഞാൻ നിസ ആയി, എന്നിൽ നിസ ഉണ്ടാവും. ഇത് എല്ലാവരിലും ഇങ്ങനെ തന്നെയാണ്. അത് പിന്നെ ഉയർത്തി കൊണ്ടുവരണം. അത് ആരാണ് ഉയർത്തേണ്ടത്? നമ്മുടെ ഉള്ളിലെ റുയത്തും ജലിയായ അഫ്കാറുകളാണ്, ചിന്തകളാണ് അതിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒലരിബൂഹിന്നയിലേക്ക് പോകാനാണ്. പിന്നെ ലിൽ ഗൈബിയൊക്കെ എന്നുണ്ട്. ഭർത്താവിൻ്റെ അസാന്നിധ്യമാണോ, ഗൈബ് എന്താണ്, ഷഹാദത്ത് എന്താണെന്നുള്ളതൊക്കെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമാണത്. അതുപോലെ തന്നെ ഒബിമാം ഫക്കൂമിൻ അംവാലിഹിം, പൈസ ചെലവഴിക്കുന്ന ആൾ ആയതുകൊണ്ടാണ് അവർക്ക് മേധാവിത്വം കിട്ടുന്നത് എന്ന്. അപ്പോൾ ഒരു സ്ത്രീ സമ്പന്നയാണ്, അവളാണ് ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നടപ്പിലാക്കണമെങ്കിൽ അപ്പോൾ അവർ റിജാലാവൂലേ? കാരണം വബിമാം ഫക്കു എന്നുള്ളതാണല്ലോ ഒരു നിബന്ധനയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വബിമാം ഫക്കൂമിൻ അംവാലിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ മാലുകൾ എന്തൊക്കെയാണ് അവർ ചിലവഴിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ കറൻസി തന്നെയാണോ, പൈസ തന്നെയാണോ, ആ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആല ഇലൈഹി, അവൻ ഏതൊന്നിനെയാണോ അവലംബിക്കുന്നത്, ആശ്രയിക്കുന്നത്, അതാണ് അവൻ്റെ മാല് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മാല് എന്ന് കേൾക്കുമ്പോഴത്തേന് കറൻസി, നോട്ട്, ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ വിജ്ഞാനവും അവൻ്റെ ശാന്തിയും സമാധാനമൊക്കെയാണ്. അവൻ്റെ ജീവിതം ശാന്തമായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നൊക്കെ നമ്മൾ സ്കൂളുകളിലൊക്കെ ബോർഡുകളിൽ എഴുതി വെച്ചതൊക്കെ നിരന്തരം വായിച്ച് അത്തരം സ്കൂളുകളിലൂടെ കടന്നു വന്ന ആളാണ്. ഒരാളുടെ മുതൽ എന്ന് പറഞ്ഞാൽ അയാളുടെ പിന്നെ പൈസയാണ് എന്നുള്ളത് നമ്മൾ പിന്നെ വിശദീകരിക്കുകയും ചെയ്യണം. അപ്പോൾ അവർ ചിലവഴിക്കുന്ന ധനം എന്താണ് എന്നുള്ളത്, അവരാശ്രയിച്ചത് എന്തിനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. കാരണം അതൊരുപാട് വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ആല ഇലേഹി, അവൻ എന്തിനെയാണ് ആശ്രയിക്കുന്നത് എന്നൊക്കെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുള്ളൂ. ഇനി പിന്നെ ഫസാലിഹാത്തു ഖാനിത്താത്തുൻ ഹാഫിലാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിലല്ലാഹ്. അള്ളാഹു സംരക്ഷിച്ചു വച്ചിരിക്കുന്നത് സ്ത്രീകളുടെ പിന്നെ ഗുഹ്യസ്ഥാനാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വ്യാഖ്യാനത്തിൽ നിന്ന്, ബാഹ്യമായ അർത്ഥത്തിൽ നിന്ന് വിശദീകരിക്കുന്നത്. അത് ഭർത്താവ് വൈബായിരിക്കുമ്പോൾ അള്ളാഹു അത് സംരക്ഷിച്ചു വെച്ചതാണ്, അതുകൊണ്ട് അവൾ അതിനെ സംരക്ഷിക്കുന്നവരാണ് എന്നുള്ളതാണ്. വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിളൂൻ എന്നും അങ്ങനെയാണെങ്കിൽ മോമിനീങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. മോമിനീങ്ങളും അവരുടെ ഫുറൂജുകളെ ഹിഫ്ള് ചെയ്യുന്നവരാണ്. ഇവിടെ സ്വാലിഹാത്തുൻ ഖാനിത്താത്തുൻ ഹാഫിലാത്തുൻ എന്ന് പറയുന്നത് ഈ
പിന്നെ ഉയർന്ന ചിന്തകളിലേക്ക് എത്താത്ത ആളുകൾ അത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവർ വൈബിൽ നിന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഓരോ വാക്കുകളും പ്രശ്നമാണ് ഇവിടെ ഇത് വിശദീകരിക്കുമ്പോൾ. ഓരോ വൈബിൽ കിടക്കുന്ന അറിവുകൾ ഏതൊക്കെയാണ്, ഷഹാദത്തിൽ കിടക്കുന്ന അറിവുകൾ ഏതൊക്കെയാണ്, അവർക്ക് ഇതുവരെയും അവരുടെ ഉള്ളിൽ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയാത്ത അറിവുകളാണ് അവരുടെ വൈബിയായ അറിവുകൾ. അതിലെ സ്വാലിഹാത്ത്, അതിലെ സലഹ, സിലത്തുൽ ഹക്ക്, അതിലെ യാഥാർത്ഥ്യങ്ങളെ അവർ പിന്തുടരുകയും അതിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. അത് ഫസാലിഹാത്തു കാനിത്താത്തുൻ ഹാഫിലാത്തുൻ, അത്തരം വിജ്ഞാനങ്ങളെയാണ് അവരുടെ ഉള്ളിൽ അവർ സംരക്ഷിക്കേണ്ടത്. അതാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറയുന്നത്. അള്ളാഹ് ഹിഫ്ള് ചെയ്തിരിക്കുന്നത് അതാണ്. അല്ലാതെ അള്ളാഹു ഹിഫ്ള് ചെയ്തിരിക്കുന്നത് സ്ത്രീയുടെ ഏതെങ്കിലും ശരീരത്തിൻ്റെ അവയവത്തെ അല്ല അള്ളാഹു, അത് മാത്രമല്ല സംരക്ഷിച്ചു വെച്ചിട്ടുള്ളത്. എന്താപ്പം ഞാൻ പറയാം എൻ്റെ സഹോദരങ്ങളോട്. ഇനി ബാക്കിയുള്ളതാണ് ഞാൻ പറയാൻ പോണത്. ഒന്നും ഇപ്പോൾ ഞാൻ വെറുതെ ഒരു സൂചന പറഞ്ഞു പോയിട്ടുള്ളൂ. വല്ലാത്തി തഹാഫൂന നുഷൂസഹുന്ന, ഇവിടുന്ന് അങ്ങോട്ടാണ് ഞാൻ വിശദീകരിക്കണുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ വെറുതെ ഒരു സൂചന വെറുതെ അങ്ങനെ പറഞ്ഞു പോയി എന്നുള്ളൂ. കാരണം അതിൽ ഓരോ വാക്കുകളും 3-4 ക്ലാസ്സുകൾ എടുക്കണേ. വല്ലാത്തി തഹാഫൂന നുഷൂസഹുന്ന, നഷസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എന്തായാലും അനങ്ങിയ നമ്മുടെ ചിന്തയിൽ വരിക ലൈംഗികതയാണ്. സ്ത്രീകളിൽ നിന്ന് നുഷൂസ് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ എന്ന് പറയുമ്പം അപ്പം നമ്മുടെ ചിന്ത അതിലേക്ക് പോകും. ഇപ്പോൾ നുഷൂസ് സാധാരണ ഈ നിസായിൽ നിന്നാണ് ഉണ്ടാകുന്നത്. റജലിൽ നിന്ന് എന്താ ഉണ്ടാകാത്തത്? ബയലിൽ നിന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്, റജലിൽ നിന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ല. നുഷൂസ്, ഈ നഷാസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഈ റിതം ഉണ്ടല്ലോ, ഒരു പാട്ടോ രാഗമോ ഒരു പിന്നെ ഈണമോ മ്യൂസിക്കോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതിൽ അസ്വസ്ഥതപ്പെടുന്ന വേറിട്ട ഒരു ശബ്ദം ഉണ്ടാകുമല്ലോ, അതാണ് നഷാസ് എന്ന് പറയുന്നത്. മറ്റത് ആ ഈണം, അതിൻ്റെ റിതം ഇങ്ങനെ ശരിക്ക് ഈണത്തിൽ പോകുമ്പോൾ അതതിൻ്റെ ഉള്ളിൽ. നേരെ മറിച്ച് അതിൽ നിന്ന് വേറിട്ട ഒരു ശബ്ദം, ആ ശബ്ദം നമ്മളിൽ ഇസ്ആജ്, അസ്വസ്ഥത ഉണ്ടാക്കുന്ന ശബ്ദമാണ്. അതാണ് ശരിക്കും ഈ നഷാസ് എന്നൊക്കെ പറയുന്നത്, അതാണ് നുഷൂസ്. അപ്പോൾ അതാണല്ലോ ഈ ശരിയായ ചിന്തകൾ, അസ്വസ്ഥത ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ചിന്തകൾ ഉണ്ടാകുന്നത് നിസായിൽ നിന്നാണ്, റജലിൽ നിന്നുണ്ടാകണില്ല. എന്നാണ് ബയലിൽ നിന്നുണ്ടാകുന്നുണ്ട്. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ബയലിൽ നിന്ന് നുഷൂസോ ഇറാലോ നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇമ്രാത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നൊന്നുമല്ല, ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഇൻഇക്കാസ്, അതിൻ്റെ നേരെ വിപരീത ദിശയിൽ പ്രവർത്തിക്കുന്ന അവൻ്റെ മനസ്സിൻ്റെ കണ്ണാടിയാണ്. നമ്മൾ നല്ലതാണെങ്കിൽ നമ്മുടെ നേരെ വിപരീതം ചീത്ത കണ്ണാടി. അപ്പോൾ ഈ ബയല് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ്. ബയലിനെ കുറിച്ച് നമ്മളൊരു ക്ലാസ് എടുത്തത് തന്നെയാണ്. ബയല് ഭർത്താവാണോ ഇലാഹാണോ എന്നുള്ളത്. അത്തദറൂന ബയലൻ, പിന്നെ അത്തദറൂന ബയലൻ തദറൂന അഹ്സനൽ ഖാലിഖീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിരന്തരം ഒരു ക്ലാസ് എടുത്താണ്. നിങ്ങൾ ബയലിനെയാണോ വിളിക്കുന്നത്, അഹ്സനുൽ ഖാലിഖിനെ നിങ്ങൾ ഒഴിവാക്കുകയാണോ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഭൂമിയിൽ ആദ്യമായി ആരാധിക്കപ്പെട്ട ഇലാഹാണ് ബയല് എന്നാണ്. അതായത് മനുഷ്യൻ്റെ ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള ചിന്ത, എല്ലാ ഭാഗത്തേക്കും അവൻ്റെ ചിന്ത പോകാതെ ഒരു കോണിലേക്ക് മാത്രം ചിന്തകൾ മാറി നിൽക്കുമ്പോഴാണ് അതൊരു മനുഷ്യൻ്റെ ആദ്യ അവസ്ഥയാണത്. അതിനെയാണ് അവൻ ആദ്യം ഇബാദത്ത് ചെയ്തിരുന്നത്, ആരാധിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ അതിനാണ് അവന്, അത്തരം ചിന്തകൾക്കാണ് അവൻ ആദ്യം കീഴ്പ്പെട്ടിരുന്നത്. അവിടെയാണ് ഇസ്ലാഹ് നടക്കേണ്ടത് എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ നമ്മൾ ബാഹ്യാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൽ നിന്ന് വല്ല നുഷൂസോ വേണ്ടാവൃത്തിയോ അല്ലെങ്കിൽ ഏറാതന്നെ പിന്തിരിഞ്ഞു പോക അവഗണന മറ്റതൊക്കെ ഭയപ്പെടുകയാണെങ്കിൽ
ഇസ്ലാഹ് ചെയ്താൽ മതി. അവിടെ പിന്നെ ഉപദേശമോ കിടപ്പറ വെടിയലോ അടിയോ ഒന്നും വേണ്ട. ബയലിന് എങ്ങനെ ഭർത്താവ് എന്ന് അർത്ഥം കിട്ടിയതെന്ന് എനിക്കറിയില്ല. ആ തെതുവിനെ ബയലെന്ന് നമ്മൾ പറഞ്ഞതല്ലേ, ഒരു 2-3 ക്ലാസ്സിൽ ആ കാര്യം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ആ തെതുവിനെ ബയലൻ വ തെതറൂന അഹ്സനുൽ ഖാലിഖീൻ എന്ന്. അഹ്സനുൽ ഖാലിഖിലേക്ക് ഒരു മനുഷ്യൻ എത്താത്ത ഏറ്റവും ഉത്കൃഷ്ടമായ ഒരവസ്ഥയിലേക്ക്, ആ ഖാലിഖിൻ്റെ സൃഷ്ടിപ്പിലേക്ക് ഇവൻ എത്താത്ത അവൻ്റെ അവസ്ഥയാണ്. ആ സന്ദർഭത്തിൽ അവൻ്റെ ബയലിനാണ് അവനിലേക്ക് ക്ഷണിക്കുന്നത്. ബയലിനെയാണ് അവൻ അവൻ്റെ സ്വഭാവമായിട്ടും കർമ്മമായിട്ടും അറിവായിട്ടും ഒക്കെ കൊണ്ടുവരുന്നത്. ബയലിനെയാണ് ആദ്യ ചിന്തയെ. അപ്പോൾ അത് ആ ബയലിൽ ഇസ്ലാഹ് ചെയ്യണം. അവിടെ ഇസ്ലാഹ് നടന്നെങ്കിലേ അവൻ്റെ ഇൻഇക്കാസ്, അവൻ്റെ ഇമ്രഅത്തിൽ ആ മാറ്റം ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് വിശദീകരണം, ഈ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന നല്ല അറിവുള്ള ആളുകൾ ഉണ്ട് ഈ ക്ലാസ്സുകൾ കേൾക്കുന്നതിൽ. അതെനിക്കറിയാം. അതാണ് ഞാൻ ചില സൂചനകളെങ്കിലും പറഞ്ഞു പോയാൽ ആ സഹോദരങ്ങൾക്കെങ്കിലും അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സൂചന പറയുന്നത്. അപ്പോൾ ഇമ്രഅത്ത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു നേരെ ഇൻഇക്കാസ് എന്ന് പറഞ്ഞാൽ നേർവിപരീതം ഉണ്ടാവുമല്ലോ. മനുഷ്യൻ്റെ ഒന്ന് നല്ലതാണെങ്കിൽ അതിൻ്റെ നേർവിപരീതം ചീത്ത, പുറമേ ചീത്തയാണെങ്കിൽ നേരെ ഉള്ളിൽ നന്മ. അപ്പോൾ ഈ ബയലിലാണ് ആദ്യം സത്യത്തെ, യാഥാർത്ഥ്യത്തെ പിന്തുടരുന്ന ആ ബേസ്. അതാണ് സുൽഹ്. സലഹൽ ഹക്ക്, സിലത്തുൽ ഹക്കാണ് സുൽഹ്. അല്ലാതെ രഞ്ജിപ്പ് ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിനാണ് നമ്മൾ സുൽഹ് എന്ന് പറയല്ലേ. രണ്ടാളുകൾ തെറ്റിയ അവർക്കിടയിൽ സുൽഹ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ല. അവന് സിലത്തുൽ ഹക്കാണ് ഒരാളുടെ സലാഹ്, അവനാണ് സാലിഹ് എന്ന് പറയുന്നത്. അതാണ് സത്യത്തെ നിരന്തരമായി പിന്തുടരുന്ന വ്യക്തി, അതാണ് സ്വാലിഹ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സുൽഹാണ് അസാസ്. അടിസ്ഥാനപരമായിട്ട് ആ ബയലിനെ സുൽഹിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത് എന്ന് പറയുന്നത്. അതാണ് സുൽഹു ഖൈറുൻ എന്ന് പറയുന്നത്. അതാണ് അവർക്ക് ഖൈർ എന്നുള്ളത് അവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പം നുഷൂസ് ഉണ്ടാകുന്നത് ഒക്കെ ഉയർന്ന ചിന്തകളുള്ള, ഉയർന്ന തലത്തിലേക്ക് തൻ്റെ കാഴ്ചപ്പാടുകളിൽ എത്തിയ ആളുകളിൽ അല്ല ഈ നുഷൂസ് ഉണ്ടാകുന്നത്. അവനിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചിന്തകൾ ഉണ്ടാകുന്നത് എന്നർത്ഥം. മനസ്സിലായോ? അങ്ങനെ നമ്മുടെ ഉള്ളിൽ നുഷൂസിനെ നമ്മൾ ഭയക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫഇലൂഹുന്ന, അത്തരം ചിന്തകൾക്ക് ഫഇലൂഹുന്ന എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ അവർക്ക് തൗഇയത്ത് ബോധ്യപ്പെടുത്തി, അവരെ ബോധ്യപ്പെടുത്തി അവരെ അത് ഉൾക്കൊള്ളാൻ പ്രേരിപ്പിക്കുകയും വഇൽഹാറ്, അതിനെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക. ജമീഅൽ മനാദിരി, എല്ലാ മേഖലകളിലുമുള്ള. അതാണ് വയല് എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമ്മൾ വയല് പറയാനല്ല. എന്തിനാ ഒരാൾ വയല് പറയാൻ? എന്താണ്? അയാൾ ആ കാര്യം ഉൾക്കൊള്ളുകയും മറ്റുള്ളവർക്ക് ആ കാര്യങ്ങൾ ഇൽഹാർ ചെയ്യുകയും ചെയ്യും. അതിൻ്റെ എല്ലാ വശങ്ങളും അവർക്ക് ഇൽഹാർ ചെയ്തു കൊടുക്കുകയും ചെയ്യലല്ലേ. അതാണ് അത് ഈ നുഷൂസ് നിസായിൽ നിന്നും ബയലിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നുഷൂസ് ഉണ്ടാകുന്നത് അവനെ നേർവഴിക്ക് നയിക്കാത്ത, അവനിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചിന്തകൾ. അതാണ് നുഷൂസ്. ഞാൻ പറഞ്ഞില്ല, ശരിക്ക് ആ നുഷൂസ് എന്ന് പറഞ്ഞാൽ ശരിയായ ഒരു റിതം, ശരിക്ക് ഒരു ഈണത്തിലൊരു പാട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു രാഗം, അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഇങ്ങനെ പോകുമ്പോൾ അതിൽ നിന്ന് വേറിട്ട ഒരു ശബ്ദം അതിൽ നിന്ന് പുറപ്പെട്ട, അതാണ് നഷാസ് എന്ന് പറയുന്നത്. അതാണ് നഷാസ്. എന്നപോലെ ഒരു മനുഷ്യൻ്റെ ശാന്തവും സമാധാനപൂർണവുമായ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന വേറിട്ട ഒരു ചിന്തകളോ അറിവുകളോ അവനിൽ നിന്ന് ഉണ്ടാകുന്നതാണത്. അല്ലാതെ ഈ പ്രത്യേകമായ ഏതെങ്കിലും അവയവം തെറ്റായ രൂപത്തിൽ ഉപയോഗിക്കുന്നതൊന്നും അല്ലാതെ എന്ന് പറയുന്നു. അതാണ് നുഷൂസ് എന്ന് പറയുന്നത്. അതാണ്. അപ്പം എന്ത് ചെയ്യണം? അവനെ കാര്യങ്ങൾ, നമ്മൾ ആ വിഷയം ശരിക്ക് ഉൾക്കൊള്ളുകയും
അതിൻ്റെ എല്ലാ മേഖലകളും ആ വ്യക്തികളായാലും ശരി, നമ്മുടെ ഉള്ളിലെ ചിന്തകളാണെങ്കിലും ശരി, അതിന് നമ്മൾ ബോധ്യപ്പെടുത്തി വെളിപ്പെടുത്തി കൊടുക്കണം. അതാണ് വഹ്ജുറുഹുന്ന ഫിൽ മലാജി എന്ന് പറയുന്നത്. പിന്നെ അതാണ് നമ്മൾ മലജായിൽ കിടക്കുകയാണ് നമ്മുടെ ചിന്തകൾ, നമ്മുടെ ബുദ്ധി. നമ്മുടെ ചിന്തയും ബുദ്ധിയും ഇപ്പോൾ മലജായിൽ കിടക്കുകയാണ്. ആ അവസ്ഥയെ നിങ്ങൾ വെടിയണം. ഉപേക്ഷിച്ചിട്ട് അവരെ ശരിയായ തലത്തിലേക്ക് അവരുടെ വീക്ഷണങ്ങളെയും ചിന്തകളെയും തിരിച്ചുവിടണം. അതാണ് വഹ്ജുറുഹുന്ന ഫിൽ മലാജി എന്ന് പറഞ്ഞാൽ. അല്ലാതെ കിടപ്പറ വെടിയണം എന്നല്ല. തഫ്സീറിലൊക്കെ അതങ്ങോട്ട് വിശദീകരിച്ചിട്ട് എങ്ങനെയാണ് അടിക്കേണ്ട അവിടേക്ക് എത്തിയപ്പോഴത്തേന് വദരിബൂഹുന്ന ഗൈറ മുബർറഹിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഒരു സഅദ് ബിനു അർ റബീഇന്റെ കാര്യത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് സബബുൻ നുസൂലൊക്കെ എഴുതിയിട്ടുണ്ട്. അടിക്കണത് ഗൈറ മുബർറഹിൻ എന്ന് പറഞ്ഞാൽ പിന്നെ മുറിവാകാതെ അടിക്കണം എന്നാണ്. അപ്പൊ ഈ ബായലിൽ നിന്ന് നുഷൂസ് ഉണ്ടാവുമ്പോൾ എന്താ ഖുർആൻ അവിടെ അടി പറയാത്തത്? റിജാലിൽ നിന്ന് നുഷൂസോട്ട് പറഞ്ഞിട്ടുമില്ല. അപ്പൊ നിങ്ങൾ നോക്കി എത്ര യുക്തിഭദ്രമായിട്ടാണ് ആ ഖുർആൻ പറയണത്. റിജാലിൽ നിന്ന് നുഷൂസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ശരി, നമ്മൾ ഈ പറയുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുക. ആണ് പെണ്ണ് എന്നുള്ള അർത്ഥത്തിനാണെങ്കിൽ, റിജാൽ ആണും നിസാവ് പെണ്ണും എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഈ രണ്ടു പേരിൽ നിന്നും ഈ വഴി തെറ്റിയ ജീവിതം ഉണ്ടാവുമല്ലോ. നേരെ മറിച്ച് തൻ്റെ വ്യക്തമായ കാര്യങ്ങളുടെ വ്യക്തമായ റുയത്തിലേക്ക് ചിന്തകൾ എത്തിപ്പെട്ട ആളുകളാണെങ്കിൽ അവരിൽ നിന്ന് പിന്നെ ഈ നുഷൂസുകൾ ഉണ്ടാകാൻ പ്രയാസം. അതാണ് നിങ്ങൾ നേരെ മറിച്ച് വെറും ഒരു ജസദിയായ വ്യത്യാസം, ലിംഗവ്യത്യാസത്തിൻ്റെ പേരിൽ മാത്രമാണ് റജലും നിസാവും വേറിട്ട് നിൽക്കുന്നതെങ്കിൽ നിസായിൽ നിന്നുണ്ടാവും നുഷൂസ്, റിജാലിൽ നിന്നുണ്ടാവും നുഷൂസ്. അപ്പൊ രണ്ടുപേർക്കും വയല് വേണം, കിടപ്പറ വെടിയണം. രണ്ടുപേരെയും വഹ്ജുറുഹുന്ന എന്ന് വദരിബൂഹുന്ന എന്ന് പറഞ്ഞ പോലെ തന്നെ വദരിബൂഹും എന്നും പറയേണ്ടി വരും. സ്ത്രീകള് പിന്നെ പുരുഷന്മാരിൽ നിന്ന് നുഷൂസിനെ ഭയപ്പെടുകയാണെങ്കിൽ ആ പുരുഷന്മാരെ നിങ്ങൾ ഉപദേശിക്കണം, അവരെ നിങ്ങൾ കിടപ്പറ വെടിയണം, അവരെ നിങ്ങൾ അടിച്ച് നേരാക്കണം എന്ന് പറയണ്ടേ? ഇത് സ്ത്രീകൾ മാത്രം. സംഗതി ഈ അർത്ഥം എഴുതിയ രീതി വെച്ചിട്ട് അതിനെ വിമർശിക്കുന്ന ആളുകളെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റൂല. നമ്മളതിൻ്റെ ശരിയായ വശം ഒന്ന് പരിശോധിക്കണം. എന്നിട്ട് ഇത് അതന്നെയാണോ പറയണത്? അങ്ങനെയാണെങ്കിൽ ശരി, നമുക്ക് വിമർശിക്കാം. അതല്ല, ഇതിൻ്റെ ശരിയായ അർത്ഥതലങ്ങളിലേക്ക് വരുമ്പോൾ അതല്ലാതെ മറ്റെന്താണ് അത് പറയുന്നത് എന്നൊന്നും നമ്മൾ പരിശോധിക്കണ്ടേ? അപ്പോഴല്ലേ നമുക്കതിനെ മനസ്സിൽ ഈ പറയുന്നതാണെങ്കിൽ കാര്യം ശരിയാണ്. അതാണ് വദരിബൂഹുന്ന എന്ന് പറഞ്ഞാൽ അടിക്കാനല്ല. അള്ളറബ് നമ്മൾ എത്രയോ ക്ലാസ്സുകൾ എടുത്താണ്. ഒരാൾക്ക് അതിൻ്റെ ഈ നഷാസ്, ഈ സംഗീതത്തിൻ്റെ മ്യൂസിക്കിൻ്റെ തന്നെ നിങ്ങൾ നോക്കൂ. അതിനെ ഒരു താളാത്മകതയിലേക്ക് കൊണ്ടുവരാം. ആ ഓർക്കസ്ട്ര നയിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, അയാളെ അടുത്തൊരു സ്റ്റിക്ക് ഉണ്ടാവും, വടി. ഒരിക്കലും അയാൾ അതിനെ അടിക്കണില്ല. അടിക്കാതെ തന്നെ ആ പാട്ടും ആ സംഗീതവും എല്ലാം അയാൾ ആ വടിയിലൂടെ തന്നെ അതിൻ്റെ താളാത്മകതയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഖുർആൻ ഉദ്ദേശിക്കുന്നതും അതന്നെയാണ്. വദരിബൂഹുന്ന എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരിക്കലും അടിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. ശാരീരികമായ അടിയല്ല, അവൻ്റെ ചിന്തയെ ശരിയായ ലിയായിലേക്കും റുയത്തിലേക്കും ബയാനിലേക്കും കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതാണല്ലോ മൂസയുടെ വടി ഇട്ടപ്പോൾ തൽക്കഫുമായ യുഫിക്കുന്ന അവരുടെ ഇഫ്കുകളെ, അവരുണ്ടാക്കിയ വ്യാജങ്ങളെ മുഴുവൻ അത് വിഴുങ്ങിക്കളയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടില്ല, ഈ ഒരു സംഗീതം നടത്തുന്ന അതിൻ്റെ മെയിൻ ആളുണ്ടാവില്ല, അയാളടുത്തൊരു വടി ഉണ്ടാവും, ഒരു സ്റ്റിക്ക് ഉണ്ടാവും. ആ സ്റ്റിക്ക് ഒരിക്കലും ഒന്നുമേ അയാൾ അടിക്കണില്ല. പക്ഷേ ബാക്കിയുള്ള ആളുകളെ മുഴുവൻ ആ രാഗവും ആ പാട്ടും ആ സംഗീതവും ഒക്കെ
ശരിക്ക് ഒരു താളാത്മകതയിലേക്ക് കൊണ്ടുവരുന്നത് ആ സ്റ്റിക്കാണ്. ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ആ അസ, ആ വടി കൊണ്ട് അയാൾ എന്തൊക്കെ ചെയ്യും, പക്ഷെ ഒന്നും ഒരിക്കലും അടിക്കണില്ല. അതന്നെ മൂസയുടെ വടി അതന്നെ ചെയ്യണത്. എല്ലാ ഇഫ്കുകളെയും, ഇഫ്ക് എന്ന് പറഞ്ഞാൽ എന്താ? വ്യാജങ്ങളാണ്, കള്ള ആശയങ്ങൾ, തെറ്റായ അറിവുകൾ, അതിനെയൊക്കെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് മൂസയുടെ വടി. അപ്പോൾ ആ വടി എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതാണ് ഒലരിബൂഹുന എന്ന് പറഞ്ഞാൽ അവരെ ശരിയായ ലിയായിലേക്കും റുയത്തിലേക്കും ബയാനിലേക്കും നയിക്കാനാണ് അവരെ പറയണത്. അതന്നെയാണ് അടി. അവരെ ചിന്തയ്ക്കും മനസ്സിലുമാണ് അടി കൊടുക്കുന്നത് ശരിക്കും. അതാണ് ഒലരിബു ഫൗക്കൽ ആയനാക്കി എന്ന് പറയുന്നത്. പെരടിക്ക് മുകളിൽ വെട്ടുക എന്നാണ്. അവിടെയുള്ള അറബക്ക് വെട്ടുക എന്നാണ് അർത്ഥം. കാഫിരിങ്ങളുടെ പിരടിക്ക് മുകളിൽ നിങ്ങൾ വെട്ടിക്കോളി എന്നാണ് പറയുന്നത്. ആദ്യം കൈകാൽ, പിന്നെ കൈയിൻ്റെ വിരലുകളൊക്കെ ആദ്യം വിരൽ പിന്നെ കഴുത്തിൻ്റെ മുകളിലാണ് വെട്ടുന്നത്. എന്നിട്ടാണ് ഒലരിബു കുല്ല ബനാൻ എന്ന് പറയുന്നത്. പിന്നെ ഓരോ ജഡങ്ങളും തെരഞ്ഞു പിടിച്ച് അതിൻ്റെ കൈവിരലുകൾ ഓരോന്നും വെട്ടുക. എന്നിട്ട് ഇത് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മതമാണെന്ന് പറയും. റസൂല് 1000 ആളുകളുടെ തല അരിഞ്ഞാൽ അത് കാരുണ്യമാണെന്ന് പറയാം. നല്ല രസമല്ലേ അത്? എന്താ പിന്നെ അവരോടൊക്കെ, നമ്മുടെ ആ സഹോദരങ്ങളോടൊക്കെ എന്താ പിന്നെ നമുക്ക് പറയാൻ? ഒന്നും പറയാനില്ല. അവർ എന്താണോ എഴുത്തിനാക്ക് അവർ ഉൾക്കൊണ്ട ആശയങ്ങൾ എന്തൊക്കെയാണോ അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി കാര്യങ്ങൾ വിശദീകരിക്കുക എന്നാണ് പറയുന്നത്. അവരെ ലിയാവും റുയത്തിലേക്കും ബയാനിലേക്കും കൊണ്ടുവരിക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് ഒലരിബു ഫൗക്കൽ ആയനാക്കി എന്ന് പറയുന്നത്. ആയനാക്ക് എന്ന് പറഞ്ഞാൽ ഈ കഴുത്തു നിന്ന് എവിടുന്നാണ് കിട്ടിയത്? ഒക്കെ ഇതിനെ മാധ്യമായിട്ട് പദാർത്ഥ തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നതാണ്. ഒക്കെ പറ്റിയ പ്രശ്നം അതാണ്. ഞാൻ ചുരുക്കി പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ വിശദമായ വിവരണങ്ങളൊക്കെ ഇനി വരും ക്ലാസ്സുകളിലൊക്കെ ഞാൻ വരാം. അപ്പോൾ എൻ്റെ സഹോദരൻ ചോദിച്ച സഹോദരനോട് പറയാനുള്ളത് ഒലരിബൂഹുന എന്ന് പറഞ്ഞാൽ തല്ലാനല്ല. എന്നിട്ട് അവിടെ വിശദീകരിക്കാൻ ഒയറ മുബറഹിൻ, വേദനിപ്പിക്കാതെ മുറിയാക്കാതെ തല്ലണം. മുബറഹ് മുറിയാക്കാതെ തല്ലണം, മുറിവാകരുത്, അല്ലാത്ത അടിയടിക്കണം. ഏതായാലും മുറിവാകാത്ത അടിയടിക്കാണ് മനുഷ്യൻ്റെ ചിന്തയിലേക്കും, ശരീരത്തിൽ തച്ചാൽ മുറിയാവും. മനുഷ്യൻ്റെ ചിന്തയിലും ബുദ്ധിയിലുമാണ് ശരിക്കാ തല്ലൽ. അപ്പോഴാണ് അത് മുറിയാകാത്ത തല്ലലാവുകയും നേരാവുകയും ചെയ്യുക. അവിടെയാണ് അടിക്കേണ്ടത്, അവിടെയാണ് വെള്ളം കൊടുക്കേണ്ടത്, അവിടെയാണ് വളം കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് ചെറിയ വിശദീകരണം, വളരെ 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 ചെറിയ മണിക്കൂറുകൾ വിശദീകരിക്കേണ്ട കാര്യമാണ്. പക്ഷെ ചെറിയൊരു വിശദീകരണം മാത്രമാണ് ഞാൻ നൽകിയിട്ടുള്ളത്. ഞാൻ നിർത്തുകയാണ്. സലാം.